ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 28 മുതലുള്ള തിരുവചനങ്ങളിൽ 2 പിശാച് ബാധിതരെ ഈശോയെ കണ്ടുമുട്ടുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുക. യേശു മറുകരെ ഗദരാരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറുകളിൽ നിന്നിറങ്ങി വന്ന 2 പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഇവർ മനുഷ്യരാണ്, അല്ലെങ്കിൽ മനുഷ്യരായിരുന്നു. ഇപ്പോൾ ശക്തമായ പിശാച് ബാധയിൽ മനുഷ്യൻ്റെ സ്വാഭാവിക ജീവിതത്തിൽ നിന്നും അവർ പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ താമസം ശവക്കല്ലറുകളുടെ ഇടയിലാണ്. ഒരു സാധാരണ മനുഷ്യ ജീവിതം അവർക്ക് അസാധ്യമായി തീർന്നു. നല്ല മനുഷ്യരായി മാന്യമായ കുടുംബങ്ങളിൽ മാന്യമായി ജീവിക്കേണ്ട 2 വ്യക്തികൾ ശവക്കല്ലറുകളുടെ ഇടയിൽ താമസിച്ചുകൊണ്ട് ജീവിതം ദുരിതപൂർണമാക്കി. എത്രയോ ശോച്യമായ ഒരു അവസ്ഥയിലാണ് അവരെത്തിച്ചേർന്നത്. അവരുടെ തന്നെ പ്രവൃത്തികളുടെ ഫലമായിരിക്കാം അവരെ ഇവിടെ എത്തിച്ചത്. അല്ലെങ്കിൽ അല്പം പോലും ദൈവത്തോടുള്ള വിശ്വസ്തതയും ആത്മാർത്ഥതയും ഇല്ലാത്തതിൻ്റെ ഫലമായി പാപകരമായ ജീവിതത്തിൽ തുടർന്ന് പശ്ചാത്താപമില്ലാതെ വീണ്ടും 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 ചെയ്തു കൂട്ടിയ പാപങ്ങൾ അവരെ പിശാചിന് തുല്യമാക്കി തീർത്തു. അതാണ് അവർ ഈശോയെ കണ്ടപ്പോൾ കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന ആ 2 പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അപകടകാരികളാണ്, മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യുന്നവരാണ്. ദൈവത്തെ കണ്ടപ്പോൾ അവർ അട്ടഹസിക്കുന്നു, അവർ പരിഹസിക്കുന്നു. ദൈവവും ദൈവിക വഴികളും അവർക്ക് പരിഹാസമാണ്. ഈശോയെ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അതാണ് അവരുടെ സംശയം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവമക്കളായി മലാഖമാരെ പോലെ ജീവിക്കേണ്ട, ദൈവത്തോടൊത്ത് ജീവിക്കേണ്ട മനുഷ്യൻ അധപ്പതിച്ച് എവിടെ എത്തി എന്ന് നോക്കുക. എത്ര പരാജയപ്പെടുത്തിയാലും പരാജയം സമ്മതിക്കാത്ത, എത്ര ഓടിച്ചാലും നാണം കെടാത്ത ശത്രു, അതാണ് പിശാച്. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് പിശാച്. നമ്മൾ അവനെക്കുറിച്ചാണ് എപ്പോഴും കരുതലുള്ളവരായിരിക്കേണ്ടത്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരുന്നതനുസരിച്ച് നമുക്കെതിരെ അവൻ ആയുധങ്ങൾ മാറ്റി മാറ്റി പ്രയോഗിക്കും. അവൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്. നമ്മുടെ ചിന്താരീതിക്കും സ്വഭാവത്തിനും നമ്മുടെ ബലഹീനതകൾക്കും നമ്മുടെ ജീവിതത്തിലെ മുള്ളുകൾക്കും മുറിവുകൾക്കും നമ്മുടെ ആന്തരിക സൗഖ്യമില്ലാത്ത അവസ്ഥയ്ക്കും ഏതെല്ലാം തരത്തിൽ അവന് പ്രയോഗിക്കാൻ പറ്റുമോ, നമ്മുടെ എല്ലാ ബലഹീനതകളും നമ്മുടെ എല്ലാ പോരായ്മകളും കൃത്യം കണ്ട് അവൻ ചൂഷണം ചെയ്ത് പറ്റിയ ആയുധങ്ങൾ അവൻ പ്രയോഗിക്കും. ഉദാഹരണത്തിന്, സാമ്പത്തികമായി തകർന്ന ഒരു മനുഷ്യൻ അവൻ്റെ സാമ്പത്തിക അവസ്ഥ വീണ്ടും വീണ്ടും തകർത്ത് അവനെടുക്കുന്ന തീരുമാനങ്ങളിൽ വീണ്ടും വീണ്ടും പരാജയങ്ങൾ കൊണ്ടുവന്ന് അവനെ കൊണ്ടുപോയി നിരാശയുടെ പടുകുഴിയിലാഴ്ത്തി പിന്നെ അവനോട് ചോദിക്കും, നീ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇത്രയും തകർന്നില്ലേ, നീ ആത്മഹത്യ ചെയ്യുക, നീ നിൻ്റെ ജീവിതം അവസാനിപ്പിക്കുക, ഇത് മുഴുവൻ ഇങ്ങനെ കൊണ്ടു നടക്കാതെ. പിശാച് അവസാനം എല്ലാവരെയും കൊണ്ടു ചെന്നെത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയാണ്. അപ്പം നമ്മുടെ ചിന്താരീതിക്കും നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ ജീവിതത്തിലെ പ്രത്യേക അവസ്ഥകൾക്കും നമ്മുടെ ബലഹീനതകൾക്കും നമ്മുടെ കുറ്റബോധങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കും പറ്റിയ തരത്തിലുള്ള ആയുധങ്ങൾ അവൻ പ്രയോഗിക്കും. അപ്പം ആയുധങ്ങൾ മാറ്റി മാറ്റി അവൻ പ്രയോഗിച്ച്
ഏതാണോ നമുക്ക് എതിരെ ഉപയോഗിക്കാൻ പറ്റിയ ആയുധം, നമ്മുടെ മുമ്പിൽ ചിലവാകുന്നതെന്തോ അത് വളരെ വ്യക്തമായിട്ട് അവന് തിരിച്ചറിയാം. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്താൽ നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ വളരെ വേഗം ചിലവാകുന്ന ഒരു സാധനമാണ് ഇൻ്റർനെറ്റിലൂടെയുള്ള ബ്ലൂ ഫിലിമുകളും മ്ലേച്ഛ ചിത്രങ്ങളും, മയക്കുമരുന്നുകൾ. സ്കൂള് കോളേജുകളിലെ പിള്ളേരുടെ മുമ്പിൽ വളരെ വേഗം ചിലവാകുന്നതാണ് ഈ സാധനമെന്ന് സാത്താന് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവൻ ഈ മേഖലകളിലെ കുഞ്ഞുങ്ങളിൽ ഇതെല്ലാം വളരെ വേഗം പരീക്ഷിക്കുകയും ആ മേഖലകളെല്ലാം പിശാചിൻ്റെ പിടിയിൽ ആവുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അല്ലെങ്കിൽ ബ്ലൂ ഫിലിമുകൾക്കും അടിമകളാകുന്ന ഏതൊരു വ്യക്തിയും ക്രമേണ ജീവിതത്തിൽ നിരാശയിലേക്കാണ് പോകുന്നത്. അങ്ങനെ മയക്കുമരുന്നുകൾക്ക് അഡിക്റ്റായി അവൻ്റെ ജീവിതം അത് വിടർന്നു വരുന്നതിന് മുമ്പേ വാടിക്കൊഴിഞ്ഞ് തകർത്തി പിച്ച് ചീന്തിക്കളയുന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ചിലവാകുന്നത് എന്താണ്, ഏത് ബലഹീനതയാണ്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അവൻ്റെ ഏതായുധമാണ് ഫലപ്രദമാകുന്നതെന്ന് സാത്താന് വളരെ നന്നായിട്ടറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം കൊണ്ട് ശത്രുവിൻ്റെ ഈ തന്ത്രങ്ങളെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വഴിക്ക് വഴിതെറ്റാതിരിക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരവും സ്വർഗീയ ജ്ഞാനവും ആവശ്യമാണ്. നമ്മുടെ മക്കളെ ഏത് വഴിക്ക് വഴിതെറ്റരുത്, അല്ലെങ്കിൽ വഴിതെറ്റാത്ത വിധത്തിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്താനും നയിക്കാനും നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകവും ആ കൃപാവരങ്ങളും കൊണ്ട് തങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളിലെ ഭാവവ്യത്യാസങ്ങളും അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അവർക്ക് വേണ്ടത് നൽകാനുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ കൃപാവരം നമ്മുടെ മാതാപിതാക്കൾക്ക് ഇന്ന് ആവശ്യമാണ്. പക്ഷേ ഇതിനെ ഗൗരവത്തിലെടുക്കാത്ത മാതാപിതാക്കൾ അവരുടെ മക്കൾ വഴിതെറ്റുന്നത് അവസാന നിമിഷമാണ് പലപ്പോഴും തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് വേണ്ടത് ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടുള്ള സഹവാസവും കൂട്ടും. അത് നമ്മളെ പഠിപ്പിക്കും തിന്മയ്ക്കെതിരെ നമ്മൾ എങ്ങനെ പോരാടണം, തിന്മ എപ്പോഴൊക്കെ ഏതെല്ലാം ആയുധങ്ങൾ നമുക്കെതിരെ കൊണ്ടുവരുന്നു, നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ എത്രത്തോളം ജാഗരൂകതയുള്ളവരായിരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദൗത്യം അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അറിയിക്കും എന്നതാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നമ്മളെ അറിയിക്കും. എങ്ങനെയാണ് അറിയിക്കുക? നമ്മുടെ മുമ്പിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒക്കെ വരാനിരിക്കുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള സ്വർഗീയ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ട്, പരിശുദ്ധാത്മാവിനോടുള്ള സഹവാസം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, അതിന് യോജിച്ചതിന് വേണ്ട വിധത്തിൽ നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ തക്ക വിധം പരിശുദ്ധാത്മാവിനോട് ഒത്ത് ആയിരിക്കുന്ന ഒരവസ്ഥ, ഇതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 44 മുതലുള്ള വചനങ്ങളിൽ പിശാചിൻ്റെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് ഈശോ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്, കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്, കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. സാത്താൻ്റെ ഈ ആയുധങ്ങളെല്ലാം ഏറ്റവും മനോഹരമായിട്ട് ചിലവായത് ആദിമാതാപിതാക്കളുടെ മുമ്പിലാണ്.
ആദിമാതാപിതാക്കളെ നുണ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അവൻ പറഞ്ഞ നുണയാണ്. ആ നുണ അവരുടെ മുമ്പിൽ ചെലവായി. അതിൻ്റെ ഫലമാണ് പറുദീസായിൽ നിന്നും ആദിമാതാപിതാക്കൾ പുറത്താക്കപ്പെട്ടത്. അവൻ കൊലപാതകിയായിരുന്നു. ആ കൊലപാതകത്തിൻ്റെ കൃത്യം അവൻ നിർവഹിച്ചു. അതാണ് ആദിമാതാപിതാക്കളുടെ ദൈവവരപ്രസാദം നഷ്ടപ്പെട്ടത്. ദൈവവുമായുണ്ടായിരുന്ന ഐക്യവും കൂട്ടായ്മയും അവർക്ക് നഷ്ടപ്പെടുത്തിയത്. കാരണം അവൻ പറഞ്ഞത് സത്യമല്ല, അവനിൽ സത്യമില്ല എന്ന് ഈശോ പറയുന്നു. സ്വന്തം സ്വഭാവം അങ്ങനെയാണ്, നുണ പറയുക. അതുകൊണ്ട് അവനത് ചെയ്തു. അപ്പം ദൈവവരപ്രസാദത്തിൻ്റെ ദൈവിക ജീവൻ്റെ കൊലയാളിയാണ് അവൻ. ആ ജീവൻ അവസാനിപ്പിക്കുന്നവനാണവൻ. ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഒക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ബ്ലൂ ഫിലിമും മ്ലേച്ഛ ചിത്രങ്ങളുമായി കടന്നു വരുന്ന ഇവരെ കൊല്ലുവാനായിട്ട്, ഇവരിലെ ജീവൻ നശിപ്പിക്കുവാനായിട്ട് ആണ് മയക്കുമരുന്നുകളായിട്ടും ഈ തിന്മകളായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ സത്യം ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. നുണ എവിടെയുണ്ടോ അവിടെ സാത്താൻ ഉണ്ട്. നമ്മൾ ഇത് വെച്ച് ധൂർത്തപുത്രൻ്റെ ഉപമ ഒന്ന് പരിശോധിച്ച് നോക്കാം. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എവിടെയും നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ, ഏത് കുടുംബത്തിലും അവൻ പിതാവിൻ്റെ സന്നിധി വിട്ടു പോകാൻ തീരുമാനിച്ചു. പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ അവനിഷ്ടമല്ല, പിതാവിൻ്റെ കീഴിൽ ജീവിക്കുവാൻ അവനിഷ്ടമല്ല. ആ പിതാവിനോടൊത്ത് സ്വർഗീയ സാന്നിധ്യം വിട്ട് അവന് പുറത്തു പോകണം. അതിന് മകനെ പ്രേരിപ്പിച്ചു. പിതാവിനെതിരെ തിരിയുന്ന പുത്രൻ, പിതാവിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ, പിതാവിൻ്റെ പെരുമാറ്റം അവനിഷ്ടമല്ല. ഈ അപ്പൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഈ അപ്പൻ്റെ സ്വഭാവം ശരിയില്ല, അതുകൊണ്ട് ഞാൻ വിട്ടുപോകുന്നു. അപ്പം എനിക്കുള്ള വീതം എനിക്ക് തരിക. അപ്പോൾ പിതാവിനെതിരെ, ആ നല്ല പിതാവിനെതിരെ അവൻ്റെ മനസ്സ് പിശാച് തിരിച്ചു. അവൻ തിരിച്ചപ്പോൾ അവൻ അതിനനുസരിച്ച് തിരിഞ്ഞു. സ്വത്തിനായിട്ട് അവൻ കലഹിക്കുകയാണ്. ആ പിതാവ് തനിക്ക് പറ്റുന്നതെല്ലാം പ്രയോഗിച്ചിട്ടുണ്ടാവും. സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ടാവും, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അവനെ ഏതൊക്കെ വിധത്തിൽ തിരുത്താൻ പറ്റുമോ അതൊക്കെ ആ പിതാവ് പരിശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ അവനത് കേൾക്കാൻ തയ്യാറല്ല. അവൻ്റെ വീതം വേണം. അവൻ്റെ വീതം വാങ്ങി പിതൃഭവനം വിട്ട് അവൻ എല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയി. പിശാചിൻ്റെ കയ്യിൽ സ്വന്തം ആയുധമായിട്ട്, സ്വന്തം ഇഷ്ടപ്രകാരം പിശാചിൻ്റെ സ്വന്തമായി അവൻ തീരുകയാണ്. എങ്ങനെ? ധൂർത്തനായി പിതാവിൻ്റെ സമ്പത്ത് മുഴുവൻ വാരി വിതറി സുഖമായിട്ട് അവൻ ജീവിക്കുന്നു. പാപത്തിൽ ജീവിച്ചവർക്കും സന്തത സഹചാരിയായി. പാപത്തിലെ കൂട്ടുകാർ ഇഷ്ടം പോലെ. അപ്പം താൽക്കാലിക സുഖസൗകര്യങ്ങൾ എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ സമ്പത്തും. ഈ തിന്മയുടെ ജീവിതത്തിൻ്റെ പിന്നിൽ മുഴുവനും ഈ മകനെ സഹായിച്ചതും അവനെ നയിച്ചതും പിശാചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ ഇന്നും നടക്കുന്ന കലഹങ്ങൾ ഇങ്ങനെയും ഈ തരത്തിലും അല്ലേ? എല്ലാ കലഹങ്ങളും മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, അമ്മയും മകളും തമ്മിൽ, അമ്മായിയമ്മയും മരുമകളും തമ്മിൽ എല്ലാം നടക്കുന്ന കലഹങ്ങളുടെ പിന്നിൽ ഈ തിന്മയുടെ ശക്തമായ കരങ്ങളും ഉണ്ട്. പക്ഷേ നമ്മളിത് തിരിച്ചറിയുന്നില്ല. എല്ലാ കലഹങ്ങളിലും വാശിയുണ്ട്. ഈ വാശി എല്ലാ കലഹങ്ങളിലും പ്രതികാരമായിട്ട് രൂപാന്തരപ്പെടും. പ്രതികാരം തിങ്ങി നിറഞ്ഞ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കുടുംബാംഗങ്ങളെ ചിതറിക്കും. പിന്നെ എന്താണ് ചിന്ത? എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. എതിരാളിയെ നശിപ്പിക്കുക, എതിരാളിയെ തീർക്കുക, എതിരാളിയെ ഒഴിവാക്കി സ്ഥലം കാലിയാക്കുക. അങ്ങനെ എന്ത് വരും? കൊലപാതകത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകും.
അങ്ങനെ ഈ തന്ത്രങ്ങൾ മുഴുവൻ ഡിസൈൻ ചെയ്യുന്നത് ആരാണ്? പിശാചാണ്. എല്ലാ കലഹങ്ങളുടെയും എല്ലാ വൈരാഗ്യങ്ങളുടെയും എല്ലാ അസ്വസ്ഥതകളുടെയും പിന്നിൽ ഡിസൈൻ ചെയ്യുന്നത് ഈ പിശാചാണ് എന്ന് നമ്മൾ ഓർക്കണം. എന്നിലേക്ക് തെറ്റായ ചിന്തകൾ കടത്തിവിടും. എൻ്റെ ബുദ്ധി, ഓർമ്മ, ചിന്ത, വിചാര, വികാരങ്ങൾ അവിടെയെല്ലാം അവയിലേക്കെല്ലാം നിരന്തരം വിവിധങ്ങളായ ചിന്തകളും ഭാവനകളും കടത്തിവിട്ട് തെറ്റിലേക്ക് എന്നെ നയിക്കും. എൻ്റെ ബുദ്ധിയും ഓർമ്മയും ചിന്തയും വികാരങ്ങളും മുഴുവനും തിന്മ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിനകത്തുനിന്ന് അല്പം പോലും നന്മ കടന്നു വരിക സാധ്യമല്ല. പിന്നെ നന്മയ്ക്ക് അവിടെ സ്ഥാനമില്ല. ഈ നന്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും അവൻ്റെ കൂടാരമായിട്ട് ഓരോ ജീവിതവും തീരുകയാണ്. അപ്പം നമ്മെ പൈശാചികമായി ചിന്തിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് തിന്മയിലേക്ക് നയിക്കുവാൻ സാത്താന് കഴിയുന്നു. ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ നഷ്ടപ്പെടുകയാണ്. നിത്യവും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എല്ലാ തിന്മകളുടെയും പിന്നിൽ ഈ തരത്തിലുള്ള പൈശാചിക ശക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏത് പ്രശ്നം ഏത് കുടുംബത്തിൽ എവിടെ ഉണ്ടായാലും നമ്മൾ ഏത് പ്രശ്നത്തിൻ്റെ ഭാഗമായാലും മാറി നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ ഒന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് അല്പമൊന്ന് മാറി നിന്ന് ശാന്തമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ ഒരല്പസമയം ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളിലെ തെറ്റ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അപ്പോൾ ഈ തിന്മകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുക, അതിന് ദൈവത്തിൻ്റെ സഹായം തേടുക, കർത്താവിൻ്റെ വഴിയിൽ നടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് രക്ഷപ്പെട്ട ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു. ആ വ്യക്തി ആസിഡ് കഴിച്ചിട്ടാണ് മരിക്കാൻ ശ്രമിച്ചത്. ആസിഡ് കഴിച്ചു, വേഗം മെഡിക്കൽ കോളേജിലെത്തിച്ചു. വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു, എങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്യാൻ മനസ്സ് വന്നത്? ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂക്കിന് നേരെ കൊണ്ടുവല്ലാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും ഒരു വല്ലാത്ത സാധനമാണ് ഈ ആസിഡ്. ഈ ആസിഡ് എങ്ങനെ കുടിക്കാൻ തോന്നി? ഒരു അപാരമായ ഒരു തിന്മയുടെ ശക്തി കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. സ്വാഭാവിക മനുഷ്യന് അത് ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ വ്യക്തി എന്നോട് പറയുകയാണ്, അച്ഛാ, ഒരു വല്ലാത്ത നിർബന്ധം ഇങ്ങ് വന്നു. വല്ലാത്തൊരു നിർബന്ധം എൻ്റെ മേൽ വന്നു കഴിഞ്ഞു. അപ്പം ഞാനത് കുടിച്ചു. നമുക്കറിയാം, നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സ്നേഹമുള്ളവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ആവശ്യത്തിനായി എങ്കിൽ പോലും ആരെങ്കിലും, ഏറ്റവും പ്രിയപ്പെട്ടവരാരെങ്കിലും നിർബന്ധിച്ചാൽ അല്പം കൂടി കഴിച്ചു പോകും. കാരണം ആ നിർബന്ധത്തിന് അത്രയൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പിശാച് ഇവിടെ ചെയ്തത് ഒരു വല്ലാത്ത നിർബന്ധം, ആ നിർബന്ധം ഈ വ്യക്തിയുടെ മേൽ അടിച്ചേൽപ്പിച്ച് അതിൻ്റെ പശ്ചാത്തലമായിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നിരാശ. ഞാനിനി എന്തിനും ജീവിക്കണം, അതും പിശാച് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. ആ ജീവിതത്തിലെ തകർച്ചകളുടെ ആ അനുഭവത്തിലൂടെ എല്ലാം കൊണ്ടുപോയി, നീ ഇനി എന്തിനു ജീവിക്കുന്നു, ഇനി ആസിഡ് കഴിച്ച് മരിക്ക്. അങ്ങനെ ഒരു വലിയ നിർബന്ധം ഈ വ്യക്തിയിലേക്ക് കൊണ്ടുവന്നു. ആ നിർബന്ധത്തിന് ആ വ്യക്തി വഴങ്ങിപ്പോയി. അപ്പം വഴങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ജീവനുള്ള ഒരു മനുഷ്യൻ, ജീവനുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവി, അതിനെ കൊല്ലണമെങ്കിൽ അത് വളരെ വേദന സഹിക്കണം. നമ്മൾ ഏത് ജീവിയാണെങ്കിലും ശരി, നമ്മളൊരു ഉറുമ്പിനെ ചവിട്ടി കൊന്നാൽ പോലും ആ ഉറുമ്പിനും വേദനിക്കും. ആ വേദന സഹിച്ചേ അത് മരിക്കുകയുള്ളൂ. അപ്പം ജീവൻ നശിപ്പിക്കാൻ വേദന സഹിച്ചേ പറ്റൂ. സ്വാഭാവിക മരണം ദൈവം വിളിക്കുമ്പോഴുള്ള ആ പോക്കിന് മാത്രം വലിയ വേദന സഹിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള മരണം, ആത്മഹത്യ തിരഞ്ഞെടുത്താലും അത് വലിയ ഒരു വേദനയിലേക്ക് ആ വ്യക്തിയെ നയിക്കും. ഈ വേദനയും ഈ ദുരിതവും നമ്മളിൽ നിന്ന്, നമുക്ക് സംഭവിക്കാനിരിക്കുന്നതിൽ നിന്ന് സാത്താൻ മറച്ചു വെച്ചുകൊണ്ട്, ഈ സത്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് സാത്താൻ ഈ നിർബന്ധം നടത്തുക. നമുക്കറിയാം, ഏത് തരത്തിൽ തൂങ്ങി മരിക്കണമെങ്കിലും, വിഷം കഴിച്ച് മരിക്കണം, ഏത് മരണത്തിനും ഒരു വലിയ വേദനയുണ്ട്. ഈ വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ്
പലപ്പോഴും പശ്ചാത്തപിക്കുന്നത്, ദൈവമേ തെറ്റിപ്പോയി എന്ന് ആത്മഹത്യ ചെയ്യുന്ന പല മനുഷ്യരും പശ്ചാത്തപിക്കാറുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത എല്ലാ മനുഷ്യരും നരകത്തിൽ പോകുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഈ മരണവേദനയുടെ ഇടയിൽ അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവർ പശ്ചാത്തപിക്കുകയും അവർ ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുന്ന വ്യക്തികളൊക്കെ ദൈവം അവരെ താങ്ങും. പക്ഷേ പ്രത്യേക ഒരു സാഹചര്യത്തിൽ സാത്താൻ കണ്ടമാനം കൊണ്ടുവരുന്ന ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് പലപ്പോഴും ഈ വേദനകളെക്കുറിച്ച്, അതിനുശേഷം വിഷം കഴിച്ചാണെങ്കിലും ആസിഡ് കഴിച്ചാണെങ്കിലും തൂങ്ങി മരിച്ചാണെങ്കിലും ട്രെയിനിന് തലവച്ചാണെങ്കിലും ഏത് തരത്തിലുള്ള മരണത്തിനാണ് എന്നെ സാത്താൻ നിർബന്ധിക്കുന്നത് എങ്കിലും ആ വേദന, അതിന് ഞാൻ സഹിക്കേണ്ടി വരുന്ന വേദന, അതിൻ്റെ തിക്ത അനുഭവങ്ങൾ എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഈ വേദനയിലേക്ക് എടുത്തു ചാടാൻ മാത്രം പിശാചനെ ശക്തമായി നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ആ നിർബന്ധത്തിന് വഴങ്ങിയാണ് പലപ്പോഴും ആത്മഹത്യകൾ സംഭവിക്കുന്നത്. അപ്പം ദൈവവുമായുള്ള നിരന്തരമായ ബന്ധവും കൂദാശകളുടെ സ്വീകരണവും ആണ് നമ്മളെ ഈ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക. ആത്മഹത്യ ചെയ്യുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ ആദ്യം അവൻ്റെ പ്രാർത്ഥനാ ജീവിതം താറുമാറാക്കും. നിരന്തരം വിശുദ്ധ ബലിയിലും കുദാശകളിലും പങ്കെടുക്കുകയും കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ആത്മഹത്യ ചിന്ത കടന്നു വരിക അസാധ്യമാണ്. അതുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കുക എന്നുള്ളതാണ് പിശാച് ആദ്യം ചെയ്യുന്നത്. പിന്നെ അവനിലേക്ക് നിരാശ ശക്തമായിട്ട് കടത്തിവിടും. അപ്പോൾ തൂങ്ങി മരിച്ച യൂദാസിനെ നമ്മൾ നോക്കുക. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവൻ അകന്നു. പലതവണ അന്ത്യത്താഴ് സമയത്ത് പോലും യേശു മുന്നറിയിപ്പ് നൽകി. അപ്പം വിശുദ്ധ കുർബാന സ്വീകരിച്ച ഉടൻ തന്നെ അവൻ യേശുവിൻ്റെ അടുത്ത് നിന്ന് അവൻ സ്ഥലം വിട്ടു. യേശുവിൻ്റെ സാന്നിധ്യം അവനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടായിരുന്നു. കർത്താവിനോടുകൂടെ ഇരിക്കുമ്പോൾ യൂദാസിന് അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ അടുത്തു നിന്ന് അവന് വേഗം സ്ഥലം വിട്ടു. യേശുവിൻ്റെ സാന്നിധ്യം അവനെ അസ്വസ്ഥതപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണയുള്ള ഏതൊരു വ്യക്തിയും ഉടനടി ഒന്ന് കുമ്പസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ മുഴുവനും. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, അല്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്നൊരൊറ്റ വിളിക്ക് അവൻ്റെ ഈ പ്രശ്നങ്ങൾ മുഴുവനും മാറിക്കിട്ടും. പക്ഷേ അതിനായിട്ട് പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ആവശ്യമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 12-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പിശാച് ഭൂമിയിലും സമുദ്രത്തിലുമായിട്ട് ഇന്ന് നിലകൊള്ളുന്നു. മനുഷ്യ മക്കൾക്ക് വിശുദ്ധ കൂദാശകളും കർത്താവിൻ്റെ സാന്നിധ്യവും അവൻ്റെ തിരുശരീരവും തിരുരക്തവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും വിശുദ്ധരുടെ മധ്യസ്ഥ സഹായങ്ങളും കാവൽ ദൂതന്മാരുടെ സംരക്ഷണവും ഈ ഭൂമിയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് വെളിപാട് പുസ്തകം, എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെളിപാട് പുസ്തകം പറയുന്നു. എങ്കിലും നമുക്ക് ഈ സഹായങ്ങളെല്ലാം നമുക്ക് ഭൂമിയിലുണ്ട്. ദിവ്യകാരുണ്യമുണ്ട്, ഈശോയുടെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകവും സാന്നിധ്യവും നമുക്കുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധരുടെ മധ്യസ്ഥമുണ്ട്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്, സ്വർഗവാസികളുടെ സഹായവും നമുക്കുണ്ട്. ഇതിലൊക്കെ എപ്പോഴെങ്കിലും പെട്ടെന്നൊന്ന് ആശ്രയിക്കാൻ സാധിച്ചാൽ ഈ അബദ്ധങ്ങളിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം നയിക്കട്ടെ. അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും എന്ന് ഈശോ നമ്മോട് പറയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ മുമ്പിൽ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു മുന്നറിയിപ്പ് തരും. ഈ പോക്ക് ശരിയല്ല, ഈ പോക്ക് നീ വേഗം കുമ്പസാരിക്കണം, അല്ലെങ്കിൽ കുദാശകൾ സ്വീകരിക്കണം, ദൈവത്തെ വിട്ടുപേക്ഷിക്കരുത്, ധ്യാനത്തിന് പോകണം. ഈ തരത്തിലുള്ള ചിന്തകൾ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. അതായത് വരാനിരിക്കുന്ന അപകടത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിച്ചു തരും. അതനുസരിച്ച് പോകുവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് നമുക്കെന്നും ജീവിക്കാൻ, നിത്യസഹായകനായ ആ ആത്മാവിനെ കൂട്ടുപിടിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതം ഒത്തിരിയേറെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതാണെന്ന് കർത്താവെ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ഈ ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് സഹായകനായി നൽകിയ ഈ പരിശുദ്ധാത്മാവിനെ
എന്നും കൂട്ടുപിടിച്ച് അങ്ങയുടെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ആ അങ്കിയിൽ പിടിച്ച് ആ അങ്കിയുടെ തണലിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നിത്യവും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.